നമസ്കാരം. ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 777 പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസം. ഇന്നു രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം 222 പോർട്ടൽ, 888 പോർട്ടൽ, അതുപോലെ തന്നെ ഏഞ്ചൽ നമ്പറുകൾ, സ്വിച്ച് വേർഡുകൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായി നമ്മുടെ ചാനലിലൂടെ ഞാൻ പങ്കുവെച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായതായും അവർ അറിയിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും 777 പോർട്ടൽ ഓപ്പൺ ആകുന്ന ഈ ദിവസത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, അത് എങ്ങനെ നമുക്ക് നിറവേറ്റി എടുക്കാം എന്നെല്ലാം തുടർന്ന് കാണാം. ഇന്ന് 25/2/2025 25 എന്നുള്ള ഡേറ്റ് നമ്മൾ കൂട്ടുന്ന സമയത്ത് 7 വരുന്നുണ്ട്. അതുപോലെ തന്നെ അവസാനത്തെ 2025 25 കൂട്ടുന്ന സമയത്ത് നമുക്ക് 7 വരുന്നുണ്ട്. മാത്രമല്ല ഡേറ്റും മാസവും അതുപോലെ തന്നെ വർഷവും ഒരുമിച്ച് കൂട്ടുമ്പോഴും നമുക്ക് 7 വരുന്നുണ്ട്. അതെങ്ങനെയാണെന്നാൽ ഡേറ്റുകൾ തമ്മിൽ കൂട്ടുമ്പോൾ വരുന്ന 7ഉം വർഷം അതായത് 2025 എന്നുള്ളതിൽ 25 കൂട്ടുമ്പോൾ വരുന്ന 7ഉം എടുക്കുമ്പോൾ 14 എന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 എന്നുള്ള ഈ മാസത്തിലെ 2 കൂട്ടുമ്പോൾ 16 ആകും. 6ഉം 1ഉം ചേർക്കുമ്പോൾ 7 വരുന്നുണ്ട്. അങ്ങനെ 3 7 വരുന്ന ഈ ദിവസത്തിൽ നമ്മുടെ 3 ആഗ്രഹങ്ങൾ നമ്മൾ എഴുതി സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇന്ന് ഈ ദിവസത്തെ ഈ പ്രത്യേകത മാത്രമല്ല, ഇന്ന് തിരുവോണം നക്ഷത്രവും അതുപോലെ തന്നെ പ്രദോഷവും മാത്രമല്ല, നമുക്ക് ഇന്ന് അഭിജിത്ത് മുഹൂർത്തവും ചേർന്ന് വരുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് 7 മണിക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യുവാൻ സാധിച്ചാൽ വളരെ ഉത്തമം. പക്ഷേ ഇന്ന് 7 മണിക്ക് ചെയ്യുവാൻ സാധിച്ചില്ല, ഞങ്ങൾ ഓഫീസുകളിൽ പോയിരിക്കുകയാണ് എന്ന് പറയുന്നവർ ഉറങ്ങുന്നതിന് മുന്നേ ചെയ്താൽ മാത്രം മതി. നമ്മൾ എത്രത്തോളം ഈ പ്രപഞ്ചത്തിൽ ആഴമായി വിശ്വസിക്കുന്നുവോ അത്രയും വേഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടുവാനായി ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. ഇനി നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേയോ അല്ലെങ്കിൽ 7 മണിക്കോ എഴുതേണ്ട കാര്യം എന്തെന്നാൽ, ആദ്യം ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക. അതിനുശേഷം നിങ്ങൾ മുകളിൽ ആ പേപ്പറിന് മുകളിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ ചുവപ്പ് നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ 777 എന്ന് എഴുതുക. ഇനി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ 7 തവണ എഴുതേണ്ടതാണ്. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടിയതായിട്ട് ഈ പ്രപഞ്ചത്തിനോട് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഏതൊരു കാര്യങ്ങൾ എഴുതുവാനായിട്ടും. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് 3 കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ കാര്യം പണം സംബന്ധിച്ചുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ തുകയാണോ ആവശ്യം ആ തുക കിട്ടി എന്ന് തന്നെ, അതായത് നമുക്ക് നടന്നു കിട്ടിയ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് എഴുതാവുന്നതാണ്. ഉദാഹരണത്തിന് ഒരു 10,000 രൂപ നമുക്ക് പെട്ടെന്ന് ആവശ്യമുണ്ട് എന്നിരിക്കട്ടെ, നിങ്ങൾ 1 എന്ന നമ്പർ ഇട്ട് എനിക്ക് ഇന്ന് 10,000 രൂപ തന്ന് അനുഗ്രഹിച്ചതിന് നന്ദി പ്രപഞ്ചമേ എന്നെഴുതുക. എനിക്ക് ഇന്ന് 10,000 രൂപ തന്ന് അനുഗ്രഹിച്ചതിന് നന്ദി പ്രപഞ്ചമേ എന്നിങ്ങനെ 7 തവണ നിങ്ങൾ എഴുതേണ്ടതാണ്. ഇങ്ങനെ 7 തവണ എഴുതുമ്പോഴും ആ 10,000 രൂപ നമ്മുടെ കൈകളിൽ വന്ന ആ ഒരു സന്തോഷം നമ്മൾ ഈ പ്രപഞ്ചത്തിന് മുന്നിലെയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ വേറെ ഏത് തരത്തിലുള്ള ചിന്തകളും ഇല്ലാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ സന്തോഷം ഈ ഭൂമിയിൽ പ്രകടിപ്പിച്ചുകൊണ്ടേ നമ്മൾ ഇരിക്കേണ്ടതാണ്. നമ്മുടെ മനസ്സിൽ ആ സന്തോഷത്തിൻ്റെ അലകൾ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കണം. ഇങ്ങനെ 7 തവണ നമ്മൾ ഒരു ആഗ്രഹം എഴുതി ഇനി രണ്ടാമത്തെ ആഗ്രഹം എഴുതുമ്പോൾ നിങ്ങൾ വീണ്ടും 1 എന്ന് എഴുതി തന്നെ തുടങ്ങുക. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ മക്കൾ എക്സാം എഴുതാൻ പോവുകയാണ്, നല്ല മാർക്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ എൻ്റെ മകനോ അല്ലെങ്കിൽ മകൾക്കോ ഇത്രയും മാർക്ക് കിട്ടിയതിന് നന്ദി പ്രപഞ്ചമേ എന്ന് നമുക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ എന്താണോ ആവശ്യം അത് നിറവേറി കിട്ടിയതുപോലെ തന്നെ എഴുതാവുന്നതാണ്. ഇങ്ങനെ 3 ആഗ്രഹങ്ങളും നിങ്ങൾ എഴുതുക. ഇനി ഈ 3 ആഗ്രഹങ്ങളും നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ പേപ്പർ എടുത്ത് നമ്മൾ വീണ്ടും നമ്മുടെ ആഗ്രഹങ്ങളെ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യുകയാണ് വേണ്ടത്. ആഗ്രഹം നിറവേറി കിട്ടിയെന്ന് നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് റിവൈൻഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇങ്ങനെ നമ്മൾ അതിൽ തന്നെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടിയ ഒരു സന്തോഷത്തോടു കൂടി തന്നെ ആ പേപ്പറിൽ നോക്കി ആ പേപ്പർ നമ്മുടെ കൈകളിൽ വെച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിനോട്, അതായത് ഈ പ്രപഞ്ചം നമുക്ക് തരുവാൻ പോകുന്ന ആ ഒരു അബാൻഡൻസ് നമ്മൾ സ്വീകരിക്കുന്നത് പോലെ നമ്മൾ മനസ്സിൽ കാണുക. അങ്ങനെ തന്നെ നമ്മൾ ഒരു 4-5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഈ പേപ്പർ നിങ്ങൾക്ക് പൂജാമുറിയിൽ ചെല്ലുവാൻ സാധിക്കുമെങ്കിൽ പൂജാമുറിയിൽ കൊണ്ടുപോയി വെക്കാവുന്നതാണ്. അവിടെ നിന്നുകൊണ്ട് 7 തവണ ഓം നമ ശിവായ എന്നുള്ള മന്ത്രമോ ഓം നമോ നാരായണ എന്നുള്ള മന്ത്രമോ ജപിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് പൂജാമുറിയിൽ തന്നെ വെക്കുകയാണെങ്കിലും ശരി, അല്ല നമുക്ക് പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിലും ശരി. ഇനി എത്ര ദിവസം വെക്കണമെന്നാൽ 7 ദിവസങ്ങൾ
ദിവസങ്ങൾ നമ്മൾ ഈ പേപ്പർ എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. 7 ദിവസത്തിന് ശേഷം നിങ്ങളിത് കത്തിച്ച് കളയാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കിത് കീറി കളയാവുന്നതാണ്. മാത്രമല്ല ഇത് നിങ്ങൾക്ക് സൂക്ഷിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ 7 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പേപ്പർ ഇടയ്ക്കിടെ എടുത്ത് നോക്കണമെന്നോ വീണ്ടും ഇതുപോലെ എന്തെങ്കിലും ചെയ്യണമോ എന്നൊന്നും നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ തവണ ചെയ്താൽ മാത്രം മതി. 100% ഫലം തരുന്ന ഒരു പോർട്ടലാണ് ഇന്ന് ഓപ്പൺ ആകുന്നത്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഭിജിത്ത് മുഹൂർത്തം, തിരുവോണം നക്ഷത്രം, അതുപോലെ തന്നെ പ്രദോഷം എന്നിവയെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു ദിവസം കൂടി ആയതിനാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് ഈ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഫലം കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് ഒരു കാര്യം പറയാം. നമ്മുടെ കർമ്മദോഷങ്ങൾ കഴിയുന്നത് വരെ ഇതുപോലുള്ള താന്ത്രികങ്ങളും മെത്തേഡുകളും എല്ലാം നമ്മൾ ഉപയോഗിച്ചു കൊണ്ടേയിരുന്നാൽ മാത്രമേ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലുള്ളതിനെല്ലാം ഫലം കിട്ടുകയുള്ളൂ. ഒരു തവണ ചെയ്തു നോക്കി, ഒരു കാര്യം ചെയ്തു നോക്കി, എനിക്കൊന്നും തന്നെ ശരിയാകുന്നില്ല, ഞാൻ എത്രയോ കാര്യങ്ങൾ എഴുതി നോക്കി, ഈ പ്രപഞ്ചത്തിന് എനിക്ക് വിശ്വാസമില്ല എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ മനസ്സിൽ എപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ കടന്നുകൂടുന്നുവോ അവിടെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഇനി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും തന്നെ നിറവേറി കിട്ടുവാൻ പോകുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയും അതുപോലെ തന്നെ ഇത് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം കിട്ടും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ ഇതുപോലുള്ള മെത്തേഡുകൾ ചെയ്യുവാൻ നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകളെല്ലാം സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി ഇത് മാത്രമല്ല, നമ്മൾ ഇടയ്ക്കിടെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മുടെ കറുകപ്പട്ടയുടെ പൊടി നമ്മുടെ കൈകളിൽ തേച്ച് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ വീടിന് പുറത്ത്, വാതിലിന് പുറത്ത് നിന്നുകൊണ്ട് വീടിനകത്തേക്ക് ഊതി വിടുന്നത്, അതുപോലെ തന്നെ നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കറുകപ്പട്ടയുടെ പൊടിയും മഞ്ഞൾ പൊടിയും അല്ലെങ്കിൽ കല്ലുപ്പും വെച്ച് നമ്മുടെ കൈകളിൽ സ്പ്രെഡ് ചെയ്ത് കഴുകി കളയുന്നത് എല്ലാം തന്നെ നമ്മുടെ വീട്ടിലെ ധനവരവ് വർദ്ധിക്കുവാൻ ഇടയാക്കുന്ന ഒന്നാണ്. പണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമല്ല ഈ പ്രപഞ്ചത്തിനോട് ചോദിക്കേണ്ടത്, ആരോഗ്യം, തൊഴിൽ, അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുവാനുള്ള ആ ഒരു തടസ്സം മാറിക്കിട്ടുവാൻ, വീട് വേണമെന്ന് ആഗ്രഹിക്കുക, വാഹനം വേണമെന്ന് ആഗ്രഹിക്കുക തുടങ്ങി അനേകായിരം കാര്യങ്ങൾ നമുക്ക് ഈ പ്രപഞ്ചത്തോട് ചോദിക്കാം. പക്ഷേ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് നടന്നു കിട്ടുവാനായിട്ട് ഈ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുതന്നെയാണ് പെട്ടെന്ന് ഫലം നമ്മളിലേക്ക് കൊണ്ട് എത്തിക്കുന്നതും. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക, പൂർണ്ണ ഫലം നമ്മളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ, അതല്ല ഇതുപോലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ, ഓം നമോ വെങ്കിടേശായ നമഃ.